മഴത്തോരും മുൻപേ എന്ന സീരിയലിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാമച്ചൻ്റെ വീട്ടിലേക്ക് ഗ്രേസമ്മയ്ക്കും രേവതിക്കുട്ടിക്കും മാമച്ചനുമൊപ്പം പാർക്കുവാൻ വേണ്ടി പോയ അലീനയോട് രാത്രിയിൽ രേവതിക്കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. ചേച്ചിയോട് എനിക്കൊരു കടങ്കഥ പറയാനുണ്ട്. ഇതുവരെയും ഉത്തരം കണ്ടെത്താത്ത ഒരു കടങ്കഥ. അതെ, അതൊരു കുരുക്കാണ്. അതഴിക്കുവാൻ എനിക്ക് ചേച്ചിയുടെ സഹായം വേണ്ടിവരും. അപ്രതീക്ഷിതമായി രേവതിക്കുട്ടിയിൽ നിന്നും ഇങ്ങനെ ഒരു വർത്തമാനം കേട്ടപ്പോഴേക്കും കുരുക്കോ കടങ്കഥയോ അതെന്താണ് ഇത് ചോദിച്ചുകൊണ്ട് വളരെ ആശ്ചര്യത്തോടെ രേവതിക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുന്ന അലീനയോട് രേവതിക്കുട്ടി പറയുകയാണ്, അതെ, ഇവിടുത്തെ ജിജോമോൻ ഷെറിൻ ചേച്ചിയുമായി സ്നേഹത്തിലാണെന്നും ആ ചേച്ചി ഒരമ്മയാവാൻ പോവുകയായിരുന്നു എന്നുമുള്ള കാര്യം ചേച്ചിക്കറിയില്ലായിരുന്നോ? അതെ, അതെനിക്ക് മനസ്സിലായി. ജിജോ ചേട്ടൻ മരിച്ചു പോയി എന്നുള്ള കാര്യവും എനിക്കറിയാം. ബാക്കി എന്താണെന്ന് എനിക്കൊന്നും അറിയില്ലല്ലോ. എങ്കിൽ ബാക്കി കാര്യം ഞാൻ പറയാം. ഈ ഷെറിൻ ചേച്ചിയെ അതിനുശേഷം മറ്റൊരാൾ വിവാഹം കഴിച്ചു. ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പാണ് ആ വിവാഹം നടന്നത്. എന്നാൽ വിവാഹശേഷം ഏറെ താമസിയാതെ അദ്ദേഹം ഷെറിൻ ചേച്ചിയെ ഉപേക്ഷിച്ചു. അതെയോ? നീ സത്യമാണോ ഈ പറയുന്നത്? ഇതൊക്കെ നിനക്കെങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. ഒരിക്കൽ ഞങ്ങൾ ഷെറിൻ ചേച്ചിയുടെ വീട്ടിലൊന്ന് പോയിരുന്നു. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. എനിക്ക് പ്രധാനമായും അറിയേണ്ടത് ഷെറിൻ ചേച്ചി ആ കല്യാണത്തിന് മുൻപ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. അല്ല, അങ്ങനെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് ഇപ്പോഴെവിടെയാണ്? ആ കുട്ടി ജീവനോടെ ഉണ്ടോ ഇല്ലയോ? ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കടങ്കഥ. ഇതിന് ഉത്തരം കണ്ടുപിടിക്കണം. ചേച്ചിക്ക് എന്തെങ്കിലും ഈ കേട്ടതിൽ കൂടി ഐഡിയ കിട്ടുന്നുണ്ടോ? അപ്പോൾ അലീന, ഫോൺ നമ്പറൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വിളിച്ച് വിവരങ്ങളൊക്കെ ചോദിക്കാമായിരുന്നില്ലേ? അതൊക്കെ നമ്മൾ പല തവണ പയറ്റി നോക്കിയതാ. ഒറ്റത്തവണ മാത്രമേ ഷെറിൻ ചേച്ചിയെ കിട്ടിയുള്ളൂ. ഞാൻ ഷെറിൻ ചേച്ചി എഴുതിയ ഒരു കത്ത് ഫോണിലൂടെ വായിച്ചു കേൾപ്പിച്ചു. അത് കേട്ടതും ഒറ്റ കരച്ചിൽ. പിന്നെ എപ്പോഴൊക്കെ വിളിച്ചോ അപ്പോഴെല്ലാം വേറെ ആൾക്കാരൊക്കെയായിരുന്നു ഫോൺ എടുത്തിരുന്നത്. ഷെറിൻ ചേച്ചിക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് തട്ടിക്കയറും. നിങ്ങളാരാ? എന്താ കാര്യം? എവിടുന്നാ വിളിക്കുന്നത്? ഷെറിന് കൊടുക്കാൻ മനസ്സില്ല. ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങളാണ്. വല്ലാത്ത മനുഷ്യർ തന്നെ. അവരുടെ കൂടെ ജീവിച്ചാൽ വട്ടു പിടിച്ചില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ. ഇത് കേട്ടിട്ട് അലീന വീണ്ടും ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മോളെ? അതാണ് ഞാനും ചോദിക്കുന്നത്. ഞങ്ങളിവിടെ അങ്കിളും ആൻറ്റിയും കൂടി തല പുകച്ചു നോക്കിയിട്ടും ഒരു വഴിയും കാണുന്നില്ല. അങ്കിളിനും ആൻറ്റിക്കുമാണെങ്കിൽ അതറിയാഞ്ഞിട്ട് ഒരു സമാധാനവുമില്ല. അതെന്താണ്? അവർക്ക് ആരാ ചേച്ചി ഉള്ളത്? ഒരു മോളുള്ളത് സൗത്ത് ആഫ്രിക്കയിൽ കന്യാസ്ത്രീ. മോനാണെങ്കിൽ മരിച്ചും പോയി. ഈ കുടുംബം അന്യം നിന്ന് പോവില്ലേ? മരിച്ചുപോയ മോൻ്റെ ചോരയിൽ ഒരു കുഞ്ഞുണ്ട് എന്നറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം അത് ചേച്ചിയൊന്ന് ആലോചിച്ച് നോക്കിയേ. മോളെ, അങ്ങനെ ഒരു കുഞ്ഞുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ തീർച്ചയൊന്നും ഇല്ലല്ലോ. അതാണ് വിഷമം. ഇല്ലെന്നറിഞ്ഞാൽ ഇല്ലെന്നോർത്ത് സമാധാനിക്കാമല്ലോ. ഇതിപ്പോൾ ഉണ്ടോന്നും അറിയില്ല, ഇല്ലയോ ഒന്നും അറിയില്ല. അതാണ് സഹിക്കാൻ പറ്റാത്തത്. അല്ല, ഉണ്ടെങ്കിൽ എന്തു ചെയ്യാനാ? എവിടെയാണെങ്കിലും എന്തു വില കൊടുത്തും അവരാ കുഞ്ഞിനെ ഏറ്റുവാങ്ങും. ഇത് കേട്ടിട്ട് അലീന അല്പനിമിഷം മൗനമായിരുന്ന് ആലോചിക്കുവാൻ തുടങ്ങി. എന്നിട്ട് ഈ ഷെറിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടാൽ എന്തെങ്കിലും ക്ലൂ കിട്ടില്ലേ? അത്രയും കേട്ടപ്പോഴേക്കും രേവതിക്കുട്ടി മെല്ലെ തലതിരിച്ച് അലീനയെ ഒന്ന് നോക്കി. എന്നിട്ട് അതൊരു സൂപ്പർ ഐഡിയ ആണല്ലോടി ആർക്കമിഡീസേ. എനിക്കെന്തുകൊണ്ടോ ഈ ബുദ്ധി ആദ്യം തോന്നിയില്ല. പിന്നെ ചേച്ചി, അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഈ ഷെറിൻ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പേരും അഡ്രസ്സും ഒന്നും നമുക്കറിയില്ലല്ലോ. അത് ശരി. അതാണോ ഇപ്പോൾ വലിയ പാട്? അത് ഷെറിൻ ചേച്ചിയുടെ വീട്ടിൽ വിളിച്ച് അവരോട് എങ്ങനെയെങ്കിലും ചോർത്തിയെടുക്കണം. അങ്ങനെ ചോദിച്ചാൽ അവരിപ്പോൾ അങ്ങോട്ട് പറഞ്ഞു തരുമോ? ഷെറിൻ ചേച്ചിയെ ഉപേക്ഷിച്ചത് കാരണം അവർക്ക് ആ ചേട്ടനെ ഒരുപക്ഷെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരിക്കും. അപ്പോൾ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ. പോലീസ് ഇൻസ്പെക്ടറാണെന്ന് പറഞ്ഞാൽ മതി. ഷെറിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ ഒരു കേസുണ്ട്. അഡ്രസ്സ് കിട്ടിയിരുന്നെങ്കിൽ അയാളെ പോയി അറസ്റ്റ് ചെയ്യാമായിരുന്നു എന്നും കൂടി അങ്ങോട്ട് തട്ടിവിട്ടാൽ അവർക്ക് അഡ്രസ്സ് തരാൻ ഭയങ്കര സന്തോഷമായിരിക്കും. ഇത്രയും കേട്ടപ്പോഴേക്കും രേവതിക്കുട്ടി തലയിൽ കൈവച്ചുകൊണ്ട്, ഷെടാ, ഇവള് കൊള്ളാലോ. ഈ തലയും വെച്ചുകൊണ്ടാണോ ഇത്ര നാളും ആ വീട്ടിൽ കിടന്നുറങ്ങിയത്? അവിടുത്തെ പണിയും മതിയാക്കി ഇങ്ങി പോരെ? നമുക്ക് ഈ ഐഡിയ ഒക്കെ അങ്കിളിന് തന്നെ വിറ്റ് കാശാക്കിയിട്ട് ബാങ്കിലിടാം. അതിൻ്റെ പലിശ മതിയല്ലോ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ. എന്തിനാണ് അവിടെ പോയി കിടന്ന ആ തള്ളയുടെയും മക്കളുടെയും ആട്ടും തുപ്പുമൊക്കെ സഹിക്കുന്നത്? അപ്പോൾ അലീന, നീ ഒന്ന് പോടി. ഞാൻ വെറുതെ ഓരോരോ പൊട്ടത്തരം പറയുന്നതല്ലേ. നീ അതിൽ കയറി അങ്ങ് പിടിക്കാതെ. പൊട്ടത്തരോ? ഞാൻ ഇപ്പം തന്നെ ഈ ഐഡിയാസൊക്കെ അങ്കിളിനോട് പറയാൻ പോവാ. അയ്യോ, വേണ്ട. ഇപ്പം ഇങ്ങനൊന്നും പറയരുത്. നല്ല പോലെ ആലോചിച്ചിട്ട് മാത്രം കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇനിയിപ്പോൾ ഒന്നും ആലോചിക്കാനില്ല. ചേച്ചി കൂടി വാ. ഇത് പറഞ്ഞ് രേവതിക്കുട്ടി അലീനയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് താഴേക്ക് ഓടി ഇറങ്ങുകയാണ്. മാമച്ചനും ഗ്രേസമ്മയും ആ സമയത്ത് ഹാളിൽ ഇരുന്നു കൊണ്ട് ടി വിയിൽ ഏതോ സിനിമ കാണുകയാണ്. അലീനയുമായി രേവതിക്കുട്ടി അവരുടെ നടുവിലേക്ക് ഓടിച്ചെന്നിട്ട് അലീന പറഞ്ഞ ആശയം അവരുടെ മുൻപിലേക്ക് പെട്ടെന്ന് അവതരിപ്പിച്ചു. മാമച്ചനും ഗ്രേസമ്മയ്ക്കും അത് കേട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. മാമച്ചൻ പറയുന്നുണ്ട്, ഇത് തരക്കേടില്ല.
നമ്മൾ ഇത്രയും കാലം ഇത്രത്തോളം ഒന്നും ചിന്തിച്ചിട്ടില്ല. എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് തന്നെ കാര്യം. അപ്പോൾ രേവതിക്കുട്ടി, അങ്കിള് വിളിച്ചാൽ മതി. അങ്കിളിനാണെങ്കിൽ കാണ്ടാമൃഗത്തിന്റെ പോലത്തെ ശബ്ദം ഉള്ളത് കൊണ്ട് പോലീസ് ഇൻസ്പെക്ടറാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചോളും. ഇത്രയും കേൾക്കുമ്പോഴേക്കും മാമച്ചൻ ഇരിപ്പിടത്തിൽ നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് രേവതിക്കുട്ടിയുടെ ചെവിക്ക് പിടിച്ചുകൊണ്ട്, നീ എന്താടി പറഞ്ഞേ? ആരുടെ ശബ്ദമാണെന്നാ എനിക്ക് ഒന്നുകൂടെ പറഞ്ഞേ. അയ്യോ, ഞാൻ പറഞ്ഞതങ്ങ് മാറിപ്പോയതാ. അങ്കിളിന് യേശുദാസിന്റെ ശബ്ദമാണെന്നാ പറഞ്ഞത്. പെട്ടെന്ന് കൈവിട്ടിട്ട്, അങ്ങനെ പറ. കൊത്തി കൊത്തി പെണ്ണ് മുറത്ത് കയറി കൊത്തുകയാണ്. മാമച്ചനോടാണ് കളി. പെട്ടെന്ന് രേവതിക്കുട്ടി ചെവി തിരുമിക്കൊണ്ട് അലീനയോട് പറയുകയാണ്, കണ്ടോ ചേച്ചി, ഇതാണ് നമ്മൾ ആർക്കും ഒരു ഉപകാരം ചെയ്യരുത് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പോയാൽ ഒടുവിൽ ഇതൊക്കെയായിരിക്കും അതിൻ്റെ പ്രതിഫലം. ഇല്ലടി, തീർന്നില്ല, ഞാനൊന്ന് പോയിട്ട് വരട്ടെ, ബാക്കിയും കൂടെ തരാം. നീ ആ ഷെറിൻ്റെ ഫോൺ നമ്പറിങ് തന്നേ. അപ്പോൾ രേവതിക്കുട്ടി, അല്ല, ഫോൺ നമ്പറും എടുത്തുകൊണ്ട് എങ്ങോട്ട് പോകാനാണ്? എടി കൊച്ചേ, ഇവിടുത്തെ നമ്പരെല്ലാം നീ വിളിച്ച് കൊളവാക്കിയിട്ടിരിക്കുന്നതാണ്. കോളർ ഐ ഡിയിൽ നമ്പർ കാണുമ്പോൾ തന്നെ അവർ തിരിച്ചറിയും. അതുകൊണ്ട് ഞാൻ വെളിയിൽ എവിടെയെങ്കിലും പോയി വിളിച്ചിട്ട് വരാം. ഇത് പറഞ്ഞിട്ട് രേവതിക്കുട്ടിയുടെ കയ്യിൽ നിന്നും ഷെറിൻ്റെ വീട്ടിലെ നമ്പരും വാങ്ങിക്കൊണ്ട് മാമച്ചൻ ജീപ്പ് എടുത്ത് പുറത്തേക്ക് പോവുകയാണ്. ഗ്രേസമ്മയും അലീനയും രേവതിക്കുട്ടിയും കൂടി ആകാംക്ഷയോടെ അങ്ങനെ കാത്തിരിക്കുകയാണ്. അരമണിക്കൂറിനുള്ളിൽ മാമച്ചൻ തിരികെ എത്തി. ജിജ്ഞാസയോടെ ഓടി ചെന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, കിട്ടിയോ? പിന്നെ കിട്ടാതിരിക്കോ? മാമച്ചൻ പോയാൽ ആ ലക്ഷ്യം കണ്ടിട്ടല്ലേ മടങ്ങി വരൂ. പെട്ടെന്ന് രേവതിക്കുട്ടി ഓടി ചെന്നിട്ട് പേപ്പർ വാങ്ങി നോക്കുന്നുണ്ട്. അതിലെഴുതിയിരിക്കുന്ന അഡ്രസ്സ് ടോണിച്ചൻ, ഇല്ലിപ്പറമ്പിൽ, മൂവാറ്റുപുഴ, ആനിക്കാട്. ഒപ്പം അവരുടെ ഫോൺ നമ്പരുമുണ്ട്. അങ്കിളെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് വിളിക്ക് ഈ നമ്പറിൽ. അല്ല, വിളിച്ചിട്ട് എന്തു പറയും? ആള് സ്ഥലത്തുണ്ടോയെന്ന് ആദ്യം അന്വേഷിക്കണം. സ്ഥലത്തുണ്ടെങ്കിൽ പറയണം, ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട്, അങ്ങോട്ട് വരികയാണെന്നൊക്കെ. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ നേരിട്ട് കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞങ്ങ് കട്ട് ചെയ്താൽ മതി. അത് കേട്ടുകൊണ്ട് മാമച്ചൻ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്തു. അലീനയും രേവതിക്കുട്ടിയും ഗ്രേസമ്മയും ജിജ്ഞാസാഭരിതരായി അയാളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അപ്പുറത്ത് ഫോൺ എടുത്തു. ഒരു ദുർബലമായ സ്ത്രീ ശബ്ദം. മാമച്ചൻ പറയുകയാണ്, അതെ, ഞാൻ എറണാകുളത്തുനിന്ന് വിളിക്കുകയാണ്. എറണാകുളത്തുനിന്ന് ആരാണ്? എറണാകുളത്ത് ടോണിച്ചൻ്റെ ഒരു കൂട്ടുകാരനാ. ടോണിച്ചൻ ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? എവിടെ പോയി ടോണിച്ചൻ? അവൻ നെടുമ്പാശ്ശേരിക്ക് പോയിരിക്കുക ടിക്കറ്റിൻ്റെ കാര്യത്തിന്. നാളത്തേക്ക് കഴിഞ്ഞ് പോകണ്ടേ? പോവുകയാണെന്നോ? എങ്ങോട്ടാ പോകുന്നത്? അത് കൊള്ളാലോ. കുവൈറ്റിൽ, അല്ലാതെ എങ്ങോട്ടേക്കാ? അല്ല, ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? പിന്നെ എന്ത് കൂട്ടുകാരനാണെന്നാ നിങ്ങൾ ഈ പറഞ്ഞത്? അല്ല, അടുത്ത ദിവസം പോകുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ല. ഇന്ന് വന്നാൽ അവനെ കാണാൻ പറ്റുമോ? പറ്റുമായിരിക്കും, വന്നു നോക്ക്. അല്ല, എപ്പോഴേക്കായിരിക്കും ടോണിച്ചൻ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ആ സമയത്തേക്ക് വരാമായിരുന്നു. എൻ്റെ പൊന്നുമക്കളെ, എന്നോട് അങ്ങനെയൊന്നും ചോദിക്കല്ലേ. അവൻ തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോകും. ഈ സംസാരിക്കുന്നത് ടോണിച്ചൻ്റെ അമ്മയാണോ? അല്ല, വല്യമ്മച്ചിയാ. വെച്ചോട്ടെ. മാമച്ചൻ വീണ്ടും ടോണിച്ചൻ്റെ മൊബൈൽ നമ്പർ. ഈ ചോദ്യം അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ മറുതലക്കൽ ഫോൺ വെച്ചു കഴിഞ്ഞു. അല്പനിമിഷം മൗനമായി നിന്നതിന് ശേഷം സംഭാഷണത്തിന്റെ രത്നച്ചുരുക്കം മാമച്ചൻ 3 ആൾക്കാരുടെ മുൻപിൽ അവതരിപ്പിച്ചു. അപ്പോൾ രേവതിക്കുട്ടി, അതെ അങ്കിളെ, നമുക്ക് മൂവാറ്റുപുഴയ്ക്ക് അങ്ങ് പോയാലോ? ഇന്ന് പോകാനോ? മറ്റന്നാൾ പാർട്ടി പോവുമല്ലേ? അതിനു മുമ്പ് നമുക്ക് കാണണ്ടേ? കാണാം, നാളെ പോകാം. നാളെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളും പിന്നെ സന്ദർശകരുടെ ബഹളവും ഒക്കെ ആയിരിക്കും. അങ്കിളെ, ഒരു കാര്യവും അവധിക്ക് വെക്കരുത്. മൂവാറ്റുപുഴയ്ക്ക് ഇപ്പോൾ തന്നെ പുറപ്പെടുവാൻ രേവതിക്കുട്ടി ചാടിത്തുള്ളി നിൽക്കുകയാണ്. അപ്പോൾ മാമച്ചൻ, അതെ, നമ്മളവിടെ ചെല്ലുമ്പോൾ ടോണിച്ചൻ അവിടെ ഇല്ലെങ്കിലോ? കാണാൻ പറ്റിയില്ലെങ്കിൽ വെറും കൈയോടെ തിരിച്ചു പോകണ്ടേ? മൂവാറ്റുപുഴയിൽ ഇഷ്ടം പോലെ കൈതച്ചക്ക കിട്ടുമെങ്കിലേ ഡിക്കി നിറച്ച് വാങ്ങിച്ച് നമുക്കിവിടെ കൊണ്ടുവന്ന് മുറിച്ചങ്ങോട്ട് വിൽക്കാം. പെട്രോൾ കാശ് മുതലാക്കി തന്നാ പോരെ? മാമച്ചൻ അടിക്കാൻ കൈ അങ്ങോട്ട് ഓങ്ങുമ്പോഴേക്കും രേവതിക്കുട്ടി ഓടി. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, മാമച്ചായ, നമുക്കങ്ങ് പോയിട്ട് വന്നാലോ? ആ വിവരവും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തോടെ നമുക്ക് വല്ലയിടത്തും ഇരിക്കാമല്ലോ. തൻ്റെ മരിച്ചുപോയ മകൻ്റെ ആ കുഞ്ഞ് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവുമോ എന്നുള്ള സംശയം പല രാത്രികളിലും ആ ദമ്പതികളുടെ ഉറക്കം കെടുത്തുകയാണ്. അതിപ്പോഴും ജീവനോടെ ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ എവിടെയാണ്? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ഒന്നും അറിയില്ല. ഗ്രേസമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത് കണ്ടുകൊണ്ട് മാമച്ചൻ പറയുന്നുണ്ട്, അല്ല, പോകണമെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ അങ്ങ് പോയേക്കാം. അപ്പോൾ വീണ്ടും ഓടി വന്നിട്ട് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, എങ്കിൽ ഞങ്ങൾ പോയി ഡ്രസ്സ് മാറട്ടെ അങ്കിളെ? നിങ്ങൾ എന്തിനാ വരുന്നേ? അതിൻ്റെ ഒരാവശ്യവുമില്ല. ഓഹോ, അത് ശരി. അപ്പോൾ ഞങ്ങളെ ഇവിടെ ഒറ്റയ്ക്കിരുത്തിയിട്ട് പോകാനാ പരിപാടി? വേണ്ട, നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്കിരിക്കണ്ട, രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നു. അയ്യടാ, വലിയ തമാശ. അപ്പോൾ മാമച്ചൻ, കുഞ്ഞേ, ഒരു വലിയ ഗൗരവമുള്ള വിഷയം സംസാരിക്കാൻ പോകുമ്പോൾ ഒരുപാട് പേര് പോകുന്നത് തടസ്സമാണ്. ആവശ്യമായ പ്രൈവസി കിട്ടത്തില്ല. ഇത്രയൊക്കെ ഒപ്പിച്ചു തരാൻ ഞങ്ങൾ വേണമായിരുന്നു. പാലം കടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ LBW. അത് കേട്ട ഭാവം പോലും നടിക്കാതെ മാമച്ചൻ പറയുന്നുണ്ട് ഗ്രേസമ്മയോട്, ഗ്രേസമ്മേ, നീ എത്രയും പെട്ടെന്ന് പോയി ഡ്രസ്സ് ചെയ്യ്, നമുക്കിപ്പോൾ തന്നെ ഇറങ്ങിയേക്കാം. നിങ്ങൾ പോയിട്ട് വായേ. ഞങ്ങൾ ഇവിടെ കിടന്ന് തല കുത്തി മറിഞ്ഞ് ഇവിടെ മുഴുവൻ ഇടിച്ച് പൊളിച്ച് നിരപ്പാക്കി വെക്കും.
ആ സ്റ്റെയർ കേസൊക്കെ ഉണ്ടല്ലോ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ കിടക്കുന്നത് കാണാം, പോയിട്ട് വാ. അപ്പോൾ ഗ്രേസമ്മ അവരും കൂടെ വരട്ടെ മാമച്ചായ. ആ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ ആൻറ്റി. ഇത് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി വലിയ സന്തോഷത്തോടെ നിൽക്കുകയാണ്. എടി എല്ലാവരും കൂടി ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ അവിടെ എന്താ കല്യാണം നടക്കുകയാണോ? എന്തു പറഞ്ഞോണ്ടാ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് ചെല്ലുന്നേ? അത് നീ ആലോചിച്ചോ? നമ്മൾ ആരാണെന്നാ പറയേണ്ടത്? അല്പനേരം മൗനമായി നിന്നതിന് ശേഷം ഗ്രേസമ്മ അതിപ്പോ ഷെറിന്റെ റിലേറ്റീവ്സോ മറ്റോ ആണെന്ന് ഒരു നുണ പറഞ്ഞോണ്ടല്ലേ അവിടെ ചെല്ലാൻ പറ്റൂ. ആ പഷ്ട് അടി പാഴ്സലായിട്ട് വാങ്ങിക്കൊണ്ടെങ്കിൽ പോരാം. ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇത് രേവതിക്കുട്ടിയുടെ കമന്റാണ്. അങ്കിളെ, ഷെറിൻ ചേച്ചിയും വീട്ടുകാരും കൂടെ ആ ചേട്ടനെ പറ്റിച്ചു എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിച്ച് കലി കയറിയിരിക്കുമ്പോഴാ പെണ്ണിന്റെ ആൾക്കാരാണെന്നും പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറുന്നേ. കൈ നിവർത്തി ആദ്യം തന്നെ ഒരെണ്ണം മുഖത്തിട്ട് തരും. രേവതിക്കുട്ടിയുടെ ഈ വർത്തമാനമൊക്കെ കേട്ടിട്ട് അലീനയ്ക്ക് ചിരി വരുന്നുണ്ട്. അപ്പോൾ മാമച്ചൻ വീണ്ടും ചോദിക്കുകയാണ്, പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ എന്ത് പറയുമടി, നീ അതൊന്ന് പറ. അതിനല്ലേ അങ്കിളെ ഞങ്ങളെ കൂടി കൊണ്ടുപോകാൻ പറയുന്നത്? അല്ല, നിങ്ങളെ കൊണ്ടുപോയാൽ എന്താ ഗുണം? ഞങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാവുന്നൊരു ഫാമിലി ആണല്ലോ ഈ വന്നിരിക്കുന്നത് എന്ന് അവർക്ക് തോന്നും. ഒരപ്പൻ, ഒരമ്മച്ചി, മര്യാദക്കാർ 2 പിള്ളേര്, അപ്പം തന്നെ ഇംപ്രഷൻ മാറില്ലേ? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ പറയുന്നത്. അതിന് പകരം അങ്കിൾ ഈ കപ്പടാം വീശയും കഷണ്ടി തലയും ഒക്കെ ആയിട്ട് അവരുടെ മുമ്പിൽ ചെന്ന് നിന്നാൽ ഏതവനടാ ഈ വന്നിരിക്കുന്നു എന്നുള്ള മട്ടിൽ അവർ നോക്കി നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഗ്രേസമ്മ, ഏതായാലും നമ്മൾ പോവുമല്ലേ മാമച്ചായ, അവരും കൂടി കാറിലിരുന്നോട്ടെ. ഇത്രയും കേൾക്കേണ്ട താമസം രേവതിക്കുട്ടി അലീനയുടെ കൈയും പിടിച്ചുകൊണ്ട് ഡ്രസ്സ് മാറാനായി മുറിയിലേക്ക് ഓടുകയാണ്. 20 മിനിറ്റിനുള്ളിൽ മുല്ലക്കാനം വില്ലയുടെ ഗേറ്റ് കടന്ന് ഒരു കാറ് മൂവാറ്റുപുഴയിലേക്ക് തിരിക്കുകയാണ്. ആനിക്കാട്ടെത്തി ഒരു പലവ്യഞ്ജനക്കടയിൽ അന്വേഷിച്ചപ്പോൾ ഇല്ലിപ്പറമ്പിലേക്കുള്ള കൃത്യമായ വഴിയും അടയാളവും കിട്ടി. പുതിയൊരു 2 നില വീട്. ഗേറ്റിന്റെ ഒരു പാളി തുറന്നു കിടക്കുന്നുണ്ട്. വീടിന്റെ മുൻപിലേക്ക് എത്തുമ്പോഴേക്കും വണ്ടി സ്ലോ ചെയ്തിട്ട് മാമച്ചൻ രേവതിക്കുട്ടിയോടും അലീനയോടും പറയുന്നുണ്ട്, നിങ്ങളെ വണ്ടിക്കകത്തിരുന്നാൽ മതി. ഞങ്ങളവിടെ ചെന്നിട്ട് ആരൊക്കെയുണ്ട്, എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കാം. അത്രയും കേട്ടിട്ട് രേവതിക്കുട്ടി, ആ അങ്കിളെ, പിന്നെ ഒരു കയ്യകലത്തിൽ നിന്നൊക്കെ സംസാരിക്കണം കേട്ടോ. അടിവല്ലവും വരുന്നുണ്ടെങ്കിൽ ജനലിൽ കൂടി ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണം, ഞങ്ങൾക്കിറങ്ങി ഓടാനാണ്. മാമച്ചനും ഗ്രേസമ്മയും കാറിലൊന്നും ഇറങ്ങി സിറ്റ് ഔട്ടിന് നേർക്ക് നടന്നു പോകുന്നു നോക്കി അലീനയും രേവതിക്കുട്ടിയും പിൻസീറ്റിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അലീന രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, അവരെ സമ്മതിക്കണം നിന്നെ സഹിക്കുന്നതിന്. ഈ സമയത്ത് ഒരു സ്ത്രീ വാതിൽക്കൽ വന്ന് നോക്കുന്നതും മാമച്ചനെയും ഗ്രേസമ്മയെയും അകത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നതും അവർ കാറിലിരുന്ന് കണ്ടു. അല്പം കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മ സിറ്റ് ഔട്ടിലേക്ക് വന്നിട്ട് കാറിൻ്റെ നേരെ കൈയാട്ടി വിളിക്കുന്നുണ്ട്. അലീനയും രേവതിക്കുട്ടിയും ഡോർ തുറന്ന് ഇറങ്ങിച്ചെന്നു. ആ സമയത്ത് ഗ്രേസമ്മ പറയുന്നുണ്ട്, മാമച്ചായൻ്റെ പെങ്ങളുടെ മക്കളാണ് നിങ്ങൾ 2 പേരും, അത് മറന്നേക്കരുത് കേട്ടോ. ഇരുവരും അത് കേട്ട് തലയും ആട്ടിക്കൊണ്ട് ഗ്രേസമ്മയുടെ പിന്നാലെ ചെന്ന് അവരുടെ ഇരിപ്പുമുറിയിലേക്ക് എത്തി. അവിടെ സാരി ധരിച്ച ഒരു മധ്യവയസ്കയും ചട്ടയും മുണ്ടും ധരിച്ച പ്രായം ചെന്നൊരു സ്ത്രീയും നിൽപ്പുണ്ട്. പരസ്പരമുള്ള പരിചയപ്പെടലിനൊക്കെ ശേഷം ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, ടോണിച്ചൻ വരാൻ വൈകുമോ? ആ, ഇവിടെ വന്നിട്ട് ചോറെണ്ണത്തുള്ളെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ചിലപ്പോൾ കൂട്ടുകാരെ കണ്ട് കമ്പനി കൂടി കാണാനും മതി. അങ്ങനെ പല കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ അവിടേക്ക് ചെല്ലുവാനുണ്ടായിരുന്ന സാഹചര്യം എന്തൊക്കെയാണ് എന്നുള്ളത് മാമച്ചൻ വെളിപ്പെടുത്തുന്നുണ്ട്. മാമച്ചൻ പറയുകയാണ്, ഷെറിനും ടോണിച്ചനും തമ്മിൽ പിണങ്ങി പിരിഞ്ഞു എന്നുള്ളതല്ലാതെ അതിൻ്റെ കാരണമൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ മധ്യവയസ്കയായ സ്ത്രീ പറയുകയാണ്, കാരണം എന്താണ്? ആ പെണ്ണ് കല്യാണത്തിന് മുമ്പ് ഒന്ന് പ്രസവിച്ചതായിരുന്നു, അത്രയേ ഉള്ളൂ. അത്രയും കേട്ടിട്ട് അന്തം വിട്ടതുപോലെ മാമച്ചൻ ഗ്രേസമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട്, അല്ല, കല്യാണത്തിന് മുമ്പ് വേണ്ടതുപോലെ ഒന്നും അന്വേഷിച്ചില്ലായിരുന്നോ? അന്വേഷിച്ചതൊക്കെയാണ്, പ്രസവിച്ചതാണെന്നൊന്നും ആരും പറഞ്ഞില്ല. നമുക്ക് പിന്നെ വയറുകീറി നോക്കാനൊന്നും പറ്റില്ലല്ലോ. നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ടും സംശയമൊന്നും തോന്നിയിരുന്നില്ലേ? എങ്ങനെ സംശയിക്കാനാ? എന്തൊരു സ്നേഹമായിരുന്നു ആ പെണ്ണിന്. മമ്മിന്ന് വിളിച്ചാൽ മുഴുവൻ വിളിക്കില്ല, തേനൊലിക്കും വായിന്ന്. കാണുമ്പോഴത്തെ സ്നേഹവും കെട്ടിപ്പിടുത്തവും സമ്മാനങ്ങൾ കൊണ്ടുവരലും പഠിച്ച കള്ളിയായിരുന്നു അവള്. അവൾ അഭിനയിച്ച് എല്ലാവരെയും മയക്കിയെടുത്തു. അത് കാരണം ആർക്കും ഒരു സംശയവും തോന്നിയില്ല. പക്ഷെങ്കിൽ ദൈവം തമ്പുരാൻ എന്ന് പറഞ്ഞൊരാള് മുകളിലിരിപ്പുണ്ടല്ലോ, പുള്ളിക്കാരൻ കാണിച്ചു തന്നുമെല്ലാം. അതോടെ സകല കള്ളത്തരങ്ങളും പൊളിഞ്ഞു. ഒരു കൊച്ചിനെ പിഴച്ചു പ്രസവിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ എൻ്റെ മോൻ്റെ കൂടെ അവൾ ജീവിക്കുകയാണ്. അവരുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് മാമച്ചനും ഗ്രേസമ്മയും അങ്ങനെ പകച്ചു നോക്കിയിരിക്കുകയാണ്. അവർക്കറിയേണ്ടത് ഷെറിൻ പ്രസവിച്ച കുട്ടിയെ പറ്റിയാണ്. പക്ഷെ ദീനാമ്മ അതേപ്പറ്റി ഒന്നും പരാമർശിക്കുന്നതേയില്ല. അപ്പോൾ ജിജ്ഞാസയോടെ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അല്ല, ഷെറിൻ പ്രസവിച്ച കുട്ടി ആണാണോ അതോ പെണ്ണാണോ? ആരന്വേഷിച്ചു? ആർക്കറിയണം അതൊക്കെ? അവളുടെ പേര് പറഞ്ഞാൽ വാ കഴിക്കും, അത്രയ്ക്ക് അവളെ വെറുത്തുപോയി ഞങ്ങൾ. ഇത് പറയുന്ന സമയത്ത് ഗേറ്റിൽ കാറിൻ്റെ ഹോൺ ശബ്ദം കേട്ടു. അപ്പോൾ ദീനാമ്മ പറയുന്നുണ്ട്, ആ, അവനാണെന്ന് തോന്നുന്നു. ദീനാമ്മ വേഗത്തിൽ ജനാലയ്ക്കിലേക്ക് ചെല്ലുമ്പോഴേക്കും കാറിൻ്റെ ശബ്ദം നിലച്ചു. ഡോർ തുറന്ന് ടോണിച്ചൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ടോണിച്ചനെ കണ്ട മാത്രയിൽ തന്നെ ദീനാമ്മ ചോദിക്കുന്നുണ്ട്, അല്ല, ഇന്ന് ഉച്ചയ്ക്കേ തുടങ്ങിയോ നിന്റെ കുടി? അതിന് വല്ല നേരവുമുണ്ടോ മമ്മി?
കുടിക്കാൻ തോന്നുമ്പോൾ കുടിക്കണം, കഴിക്കാൻ തോന്നുമ്പോൾ കഴിക്കണം, ഉറങ്ങാൻ തോന്നുമ്പോൾ ഉറങ്ങണം. എടാ നീ ചോറുണ്ടോ? ആ, ഏതാണ്ടൊക്കെ കഴിച്ചു. വയറ് നിറഞ്ഞാൽ പോരെ? ആ എടാ, നിന്നെ കാണാൻ 3-4 ആൾക്കാർ വന്നിട്ടുണ്ട്. ആര്? ആ കൊട്ടാരമറ്റംകാരുടെ വകയിലേതോ ബന്ധുവാണെന്നാ പറഞ്ഞേ. എനിക്കങ്ങോട്ട് ശരിക്കും മനസ്സിലായിട്ടില്ല. എന്തിനാ വന്നേ? അവരീയിടെയാണ് അറിഞ്ഞത് നീ അവളെ ഉപേക്ഷിച്ചെന്ന്. കാര്യമൊന്നും അവർക്കറിയത്തില്ലായിരുന്നു. ഞാനതെല്ലാം അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നിന്റെ വരവ്. ഇത് സംസാരിച്ചുകൊണ്ട് അമ്മയും മകനും കൂടി ഇരിപ്പുമുറിയിലേക്കെത്തി. മാമച്ചനെയും ഗ്രേസമ്മയെയും അലീനയെയും രേവതിക്കുട്ടിയെയും കണ്ടുകൊണ്ട് ടോണിച്ചൻ ഒരു പരിഹാസച്ചുവയോടുകൂടി, നമസ്കാരം, ഞാൻ ടോണി. നമ്മളാരാണ് മനസ്സിലായില്ലല്ലോ. മാമച്ചൻ അവരെയും പരിചയപ്പെടുത്തി. ടോണിച്ചൻ മെല്ലെ നടന്ന് ഊണുമുറിയിലേക്ക് കയറിയിട്ട്, ആ വരണം മിസ്റ്റർ മാമച്ചൻ, ഊണുമുറിയാ, ഇവിടേക്ക് നമുക്കിരിക്കാം. ഇത് പറഞ്ഞുകൊണ്ട് അവരെ വിളിക്കുകയാണ്. മാമച്ചനും ഗ്രേസമ്മയും അവിടേക്ക് ചെല്ലുമ്പോൾ ടോണിച്ചൻ ഫ്രിഡ്ജ് തുറന്ന് ഒരു മദ്യക്കുപ്പിയും കുറച്ച് വെള്ളവും എടുത്ത് മേശപ്പുറത്തേക്ക് വെക്കുകയാണ്. ആ ഇരിക്കണം ഇരിക്കണം. ടോണിച്ചൻ ആദ്യം ഇരുന്നു, പിന്നാലെ ഗ്രേസമ്മയും. അലീനയും രേവതിക്കുട്ടിയും അവരുടെ കസേരയ്ക്ക് പിന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ടോണിച്ചൻ, അല്ല ഒരു പെഗ് അടിക്കുന്നോ? ഒഴിക്കട്ടെ? അപ്പോൾ മാമച്ചൻ, ഇല്ല ഞാൻ കഴിക്കുന്നില്ല, ഞാൻ പകല് കഴിക്കാറില്ല. ആ ഞാൻ കഴിക്കാറേ ഇല്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് തുടങ്ങിയതാണ്. ഇപ്പം കണ്ടില്ലേ ഇങ്ങനെയൊക്കെയായി. ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. വെളിയിൽ പോയി കഴിഞ്ഞാൽ ബാറിൽ നിന്നും കഴിക്കും, ഇവിടെ വന്നാൽ ഇവിടെ ഇരിക്കുന്നതും കഴിക്കും. ഇത് പറഞ്ഞുകൊണ്ട് അയാൾ ഗ്ലാസ്സിലേക്ക് മദ്യം ഒഴിക്കുകയും വെള്ളവും ചേർത്തത് നേർപ്പിച്ചിട്ട് ഒറ്റ വരിക്ക് ഗ്ലാസ് കാലിയാക്കി ടേബിളിന് മീതെ വെച്ചു. എന്നിട്ട് മാമച്ചനെ നോക്കിയിട്ട്, ആ ഇനി പറ, ചേട്ടൻ എന്താണ് അറിയേണ്ടത്? അല്ല, കല്യാണം കഴിഞ്ഞ് 1.5 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ പിണങ്ങി പിരിഞ്ഞത് എന്നറിഞ്ഞു. ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു എന്താണ് കാരണമെന്ന്. വ്യക്തമായൊരു കാരണം ആർക്കും പറയാനില്ല. ഇല്ല, പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറയാത്തത്. നിങ്ങൾ അവളെ കണ്ടായിരുന്നോ? ഒന്നേ കാണാൻ പറ്റിയുള്ളൂ. ഞങ്ങൾ ചെന്നപ്പോൾ അസുഖം ഒരിത്തിരി കൂടുതലായിരുന്നു. അവരോട് സംസാരിക്കാനൊന്നും ആരും സമ്മതിച്ചില്ല. അനുഭവിക്കണം, അവരനുഭവിക്കണം. എന്നോട് ചെയ്ത ചതിയുടെ ഫലമാണ്. വെറും ചതിയൊന്നുമല്ല, കൊലച്ചതി. ഒന്ന് പ്രസവിച്ചൊരു പെണ്ണിനെ. ഇത്രയും പറയുമ്പോൾ ടോണിയുടെ തൊണ്ടയിടറി. അയാൾ വീണ്ടും ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്ന് വെള്ളമൊഴിച്ചു. ചേട്ടനറിയുമോ, ഞാൻ കുടിക്കത്തൊന്നുമില്ലായിരുന്നു. അവൾ കാരണമാണ് ഞാൻ കുടി തുടങ്ങിയത്. എന്തിനാണെന്നറിയാമോ? സുബോധം നശിച്ചു പോകാൻ വേണ്ടി. ബോധമുള്ളപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അത്രമാത്രമാണ് അവരെന്നോട് ചെയ്തു കൂട്ടിയത്. ടോണിയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് കണ്ടിട്ട് അലീനയ്ക്കും രേവതിക്കുട്ടിക്കും വിഷമമായി. ടോണി ഗ്ലാസ്സിലെ മദ്യമെടുത്ത് മോന്തിയിട്ട് വീണ്ടും പറയുകയാണ്, ഞാൻ കണ്ടിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാ. നല്ല പെണ്ണാണല്ലോ എന്നോർത്ത് സന്തോഷിച്ചു. അവളെ പിരിഞ്ഞിരിക്കാൻ വിഷമമായിട്ടാണ് ഞാൻ വിസയും ഫ്ലാറ്റും ഒക്കെ എടുത്ത് കുവൈറ്റിലേക്ക് കൊണ്ടുപോയത്. അവളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു കൊടുത്തു. അല്ലെങ്കിൽ അവൾ പറയട്ടെ ഇല്ല എന്ന്. അവളുടെ ഒറ്റ ആഗ്രഹം മാത്രം എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അത് അവളുടെ കൊച്ചിനെ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് മാത്രമായിരുന്നു. മാമച്ചനും ഗ്രേസമ്മയും ശ്വാസം അടക്കി പിടിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ടോണിച്ചൻ, ഞങ്ങളൊരു അവധിക്ക് നാട്ടിലേക്ക് വന്നു. എന്നിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് മിണ്ടാട്ടമില്ല, എപ്പോഴും ആലോചനയും അസ്വസ്ഥതയും മാത്രം. ഇടയ്ക്കിടയ്ക്ക് ആരും കാണാതെ മാറി നിന്ന് കരച്ചിലും പിഴിച്ചിലും. എന്താ കാരണമെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. ഒരു ദിവസം വയലൻ്റായി. അവൾ എൻ്റെ കൊച്ചിനെ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യവുമായിട്ടാണ് എൻ്റെ നേരെ അടുത്തത്. എന്നിട്ട് എന്നോട് പറയുകയാണ്, അതിനെ കൊന്നില്ലേ, ഇല്ലെങ്കിൽ കാണിച്ചതാ എന്നൊക്കെ. ഞാൻ ഞെട്ടിപ്പോയി. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവളുടെ വീട്ടിലറിയിച്ചു. ഒടുക്കം സംഗതി വെളിച്ചത്ത് വന്നു. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് ആകാംക്ഷയേറി. അവർ ചോദിക്കുകയാണ്, എന്താ സംഭവിച്ചത്? 3-4 വർഷം മുമ്പ് അവൾ ഏതോ ഒരുത്തൽ നിന്ന് ഗർഭിണിയായി, പ്രസവിച്ചു. കുട്ടിയെ ഏതോ ഓർഫനേജിലാക്കി. അവൾ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കല്യാണം വന്നത്. 1.5-2 വർഷത്തോളം അങ്ങനെ അങ്ങ് പോയി. പിന്നെ കുവൈറ്റിൽ നിന്നും അവധിക്ക് നാട്ടിൽ ചെന്നപ്പോൾ കുട്ടിയെ കാണാനില്ല. അത്രയും കേട്ടപ്പോഴേക്കും മാമച്ചൻ ഒരു ഞെട്ടലോടെ, കുട്ടിയെ കാണാനില്ലെന്നോ? കുട്ടിക്ക് എന്താ സംഭവിച്ചത്? ആ ചോദ്യത്തിന് ഒരു മറുപടിയും പറയാതെ ടോണി വീണ്ടും ഗ്ലാസ്സിലേക്ക് ബ്രാൻഡി പകരുകയാണ്. ഷെറിൻ്റെ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നത് ഒരനൗചിത്യമായി പോയെങ്കിലോ എന്ന് കരുതി മാമച്ചൻ വിഷയം മാറ്റി. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഈ ഷെറിന് കുവൈറ്റിൽ വെച്ച് തന്നെ മെൻ്റലായോ? ആദ്യമൊക്കെ ആലോചനയും അസ്വസ്ഥതയും ആരും കാണാതെയുള്ള കരച്ചിലുമൊക്കെ ആയിരുന്നു അതിൻ്റെ തുടക്കം. പിന്നെ എല്ലാവരോടും ദേഷ്യമായി. അത് കഴിഞ്ഞപ്പോൾ മിണ്ടാട്ടമില്ല. എന്ത് ചോദിച്ചാലും കേൾക്കാത്തതുപോലെ അങ്ങനെ നിൽക്കും. രാത്രിയിൽ ഉറക്കമില്ല. ഞാൻ ഇടയ്ക്ക് ഉറക്കം തെളിഞ്ഞ് നോക്കുമ്പോൾ ജനലഴിയിൽ പിടിച്ചുകൊണ്ട് മരം പോലെ നിൽക്കുന്നത് കാണാം. ചില ദിവസങ്ങൾ ഭക്ഷണം കഴിക്കില്ല, വീട് വൃത്തിയാക്കിയില്ല. എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ ഒരു മറുപടിയുമില്ല. ഒരു രാത്രി ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ബെഡിൽ അവളില്ല. കൊടും തണുപ്പത്ത് ടെറസിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഞാൻ വിളിച്ചപ്പോൾ പ്രേതം നോക്കുന്നത് പോലൊരു നോട്ടം. എൻ്റെ മുഖത്തിന് നേരെ കൈ ചൂണ്ടിക്കൊട്ട് വന്നിട്ടൊരു ചോദ്യം, എൻ്റെ കുഞ്ഞെവിടെ? കൊന്നില്ലേ നിങ്ങൾ അതിനെയെന്ന്? ആ നിൽപ്പും നോട്ടം ഉണ്ടല്ലോ, അതെനിക്ക് ജീവിതകാലത്ത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം തന്നെ ഞാൻ അവളുടെ വീട്ടുകാരെ വിവരം അറിയിച്ചു. അവളുടെ ഒരു ആങ്ങള അടുത്ത ഫ്ലൈറ്റിൽ കയറി നേരെ കുവൈറ്റിലേക്ക് എത്തി.
ആൽബിന്ന അവൻ്റെ പേര്. ഞാൻ അവനെ വിളിച്ച് മാറ്റി നിർത്തി കാര്യം എന്താണെന്ന് ചോദിച്ചു. ആദ്യം അവൻ ഞഞ്ഞാ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പ് നടത്തി നോക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അവളെ തിരിച്ചു നാട്ടിൽ കൊണ്ടുപോയിക്കോളാമെന്നായി അവൻ. അങ്ങനെ ആയപ്പോൾ രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിച്ച് ഞാനും ലീവ് എടുത്ത് അവരുടെ കൂടെ പോന്നു. അവളുടെ വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാരും ഒന്ന് ഉരുണ്ട് കളിക്കാൻ നോക്കി. ഷെറിന് പണ്ടും ചെറിയൊരു മാനസിക പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഒരു ധ്യാനം കൂടിയാൽ ഇത് തീരാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരവളെ കരിസ്മാറ്റിക് ധ്യാനത്തിന് വിട്ടു. അത് കഴിഞ്ഞപ്പോൾ കൗൺസിലിംഗ് നടത്തി. ഒരു ഫലവുമില്ല. ഒടുവിൽ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുചെല്ലേണ്ടി വന്നു. അപ്പോഴാണ് നാടകം മുഴുവൻ പൊളിഞ്ഞത്. സൈക്യാട്രിസ്റ്റിനോട് കാര്യങ്ങൾ തുറന്നു പറയാതെ ട്രീറ്റ്മെൻറ്റ് സാധ്യമല്ലല്ലോ. അത്രയും കേട്ടപ്പോഴേക്കും മാമച്ചന് വീണ്ടും ഉത്കണ്ഠയായി. മാമച്ചൻ ചോദിക്കുകയാണ്, അല്ല അവരെന്താണ് പറഞ്ഞത്? എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഷെറിൻ അവിടുത്തെ ഏതോ ഒരു വാളിച്ചെറുക്കനുമായിട്ട് ഇഷ്ടത്തിലായി. കാര്യം കണ്ട ശേഷം ആ തെണ്ടി അവളെ കൈയൊഴിഞ്ഞു. തൻ്റെ മകനെക്കുറിച്ചാണ് ഈ പറയുന്നത്. അത് മാമച്ചനെ വല്ലാതെ വേദനിപ്പിച്ചു. അയാൾ ഗ്രേസമ്മയെ ഒന്ന് പാളി നോക്കി. അവരുടെ മുഖത്തും വിഷാദം കലർന്നിട്ടുണ്ട്. പെണ്ണ് ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാരൊക്കെ അറിഞ്ഞു വന്നപ്പോഴേക്കും സമയം അതിക്രമിച്ചു. കുഞ്ഞിനെ പ്രസവിക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ലെന്നായി. എവിടെയോ കൊണ്ടുപോയി പ്രസവം നടത്തി. പിന്നെ എന്താ, അവിഹിത സന്തതികളെ വളർത്തുവാൻ അനാഥാലയങ്ങളുണ്ടല്ലോ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ. കുട്ടിയെ അങ്ങനെ എവിടെയോ ആക്കി. അന്നും അവൾക്ക് മനോരോഗത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായി. അത് മാറ്റാൻ ഒരൊറ്റ മൂലി മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കുട്ടിയെ കാണാൻ അവളെ അനുവദിക്കുക. 1-2 വർഷമൊക്കെ അങ്ങനെ പോയി. അപ്പോഴാണ് വീട്ടുകാർ അവൾക്ക് വേണ്ടി വേറെ കല്യാണം ആലോചിച്ചത്. അവരുടെ കെണിയിൽ ചെന്നു വീണതോ ശപിക്കപ്പെട്ട ഈ ഞാൻ. അപ്പോൾ വീണ്ടും മാമച്ചൻ ചോദിക്കുകയാണ്, അല്ല ഷെറിന് അസുഖം വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞില്ല? അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്. കുവൈറ്റിൽ നിന്ന് അവധിക്കാലത്ത് നാട്ടിൽ ചെന്നപ്പോൾ അവൾ കൊച്ചിനെ കാണാൻ വേണ്ടി ഓർഫനേജിൽ പോയി. അപ്പോഴാണ് അറിയുന്നത് കുട്ടി അവിടെ ഇല്ല എന്ന്. ചോദിച്ചപ്പോൾ അവളുടെ വീട്ടുകാർ പറഞ്ഞു കൊച്ചിനെ ആരോ ദത്തെടുത്ത് കൊണ്ടുപോയെന്ന്. ദത്തെടുത്തവരുടെ അഡ്രസ്സ് മറ്റാർക്കെങ്കിലും കൈമാറാൻ ഓർഫനേജിൻ്റെ ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല പോലും. കൊച്ചിനെ കാണാൻ പറ്റാതെ വിഷമിച്ചാണ് അവൾ അവധിക്ക് ശേഷം കുവൈറ്റിലേക്ക് വന്നത്. പിന്നീട് ദിവസങ്ങൾ ചെല്ലും തോറും അവൾക്ക് സംശയമായി. കുഞ്ഞിനെ വീട്ടുകാർ തന്നെ മാറ്റിയതല്ലേ? അവളുടെ കുടുംബജീവിതത്തിന് ഭാവിയിൽ ഭീഷണിയാകാതിരിക്കുവാൻ വേണ്ടി അവർ ചിലപ്പോൾ അതിനെ കൊന്നുകളഞ്ഞതാകാൻ സാധ്യതയില്ലേ? ഈ ചിന്ത അവളുടെ തലയ്ക്കകത്ത് കിടന്ന് പെരുകി ഒടുവിൽ അവളുടെ സമനില തെറ്റിപ്പോയി. കുട്ടിയെപ്പറ്റി അപ്പോഴും വ്യക്തമായൊരു വിവരണം ലഭ്യമാകാതെ വന്നപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അവരാ കുട്ടിയെ എന്ത് ചെയ്തു എന്നാണ്? അയ്യോ, അവരതിനെ വിറ്റ് കാണും. അല്ലെങ്കിൽ ആരും അറിയാതെ അതിനെ കൊന്നിട്ടുണ്ടാവും. അതുമല്ലെങ്കിൽ ആർക്കെങ്കിലും ദത്ത് കൊടുത്തിട്ടും ഉണ്ടാവും. ഏതോ ഒരു തെമ്മാടി പരീക്ഷ അവൾക്ക് കൊടുത്ത സമ്മാനമാണ്. അത് ചത്താലും ജീവിച്ചാലും എനിക്കെന്താണ്? ഇത്രയും പറഞ്ഞുകൊണ്ട് ആമർഷത്തോടെ ടോണി അടുത്ത ഗ്ലാസ്സിലുണ്ടായിരുന്നത് മുഴുവൻ കുടിച്ചിട്ട് ഗ്ലാസ് വലിയ ശബ്ദത്തോടു കൂടി മേശയിൽ അടിച്ചു വെച്ചു. അത് കണ്ടിട്ട് മാമച്ചൻ, ടോണി നീ കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ. എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷെറിന് ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. നീ ഇപ്പോൾ പറഞ്ഞതുപോലെ അവനൊരു തെമ്മാടി പരീക്ഷയൊന്നും ആയിരുന്നില്ല. നല്ല കുടുംബത്തിൽ ജനിച്ച് മാതാപിതാക്കളുടെ ഓമന മകനായിട്ട് വളർന്ന ആത്മാർത്ഥതയും സ്നേഹവും സൽബുദ്ധിയും എല്ലാം ഉള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. ഒരുപക്ഷെ നിന്നെപ്പോലെ. പിന്നെ എന്തുകൊണ്ടാണ് അവൻ അവളെ കല്യാണം കഴിക്കാതിരുന്നത്? അവർ തമ്മിലുള്ള വിവാഹം ഇരു വീട്ടുകാരും കൂടി ആലോചിച്ച് ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ മനസ്സമ്മതത്തിന് മുൻപ് അവനൊരു ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചുപോയി. മാമച്ചൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് വിശ്വാസം വരാത്തതുപോലെ ടോണി മാമച്ചനെ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് മൺമറഞ്ഞുപോയ മകനെ പറ്റിയുള്ള സ്മരണയിൽ ഗ്രേസമ്മയുടെ കണ്ണ് നിറഞ്ഞെങ്കിലും അവർ സ്വയം നിയന്ത്രിച്ചു. അപ്പോൾ ടോണിച്ചൻ വീണ്ടും പറയുകയാണ്, ചേട്ടാ ഇതൊന്നും അവളും അവളുടെ വീട്ടുകാരും എന്നോട് കാണിച്ച ചതിക്ക് ഒരു നീതീകരണമല്ല. ഞാനത് ക്ഷമിക്കാൻ തയ്യാറല്ല. ഒരു ഒത്തുതീർപ്പ് ചർച്ച നടത്തി ഞങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനാണ് ചേട്ടൻ വന്നതെങ്കിൽ അതങ്ങ് മറന്നേക്ക്. ടോണി ബന്ധം മുറിച്ചാൽ അത് മുറിച്ചത് തന്നെയാണ്. ഇനി എനിക്ക് അവളെ ഭാര്യയായിട്ട് വേണ്ടാഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഉപേക്ഷിച്ചത്. അപ്പോൾ മാമച്ചൻ, ടോണി ഷെറിനെ സ്വീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഞങ്ങൾ കാര്യം അറിയാൻ വേണ്ടി മാത്രം ചോദിച്ചെന്നേ ഉള്ളൂ. പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും. ഇനി എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? കാരണം എനിക്കൊന്ന് കിടക്കണം, നല്ല ക്ഷീണമുണ്ട്. അത് കേട്ടിട്ട് മാമച്ചൻ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ മകൻ്റെ പ്രായമേ ഉള്ളല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറയുകയാണ്. ടോണി ഇങ്ങനെ കുടിക്കരുത്. ഒരു പെണ്ണ് പറ്റിച്ചു എന്ന് കരുതി അവനവൻ്റെ ജീവിതം നശിപ്പിച്ച് കളയരുത്. വേണമെന്ന് വെച്ചിട്ട് കുടിക്കുന്നതല്ലെന്നേ, ഇങ്ങനെ ആയി പോകുന്നതാണ്. ടോണി ചെറുപ്പമാണ്, നല്ല ജോലിയുണ്ട്, വീടും സ്ഥലവുമുണ്ട്, വീട്ടുകാരുണ്ട്. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. ടോണി വേറൊരു വിവാഹം കഴിക്കണം. ഇനിയോ? ടോണി നിഷേധാർത്ഥത്തിൽ തലവെട്ടിച്ചു. മോഹിച്ച് കെട്ടിയതാണ് ഞാൻ അവളെ. 1.5 കൊല്ലമേ ഒന്നിച്ച് ജീവിച്ചുള്ളൂവെങ്കിലും എനിക്കത് മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവൾക്ക് എന്നോട്. അഭിനയമൊന്നുമല്ലായിരുന്നു എന്ന് എനിക്കറിയാം. ഞാനെന്ന് വെച്ചാൽ അവൾക്ക് ജീവനായിരുന്നു. ടോണിയുടെ കണ്ടമിടറി വാക്കുകൾ മുറിഞ്ഞു. ഇല്ല ചേട്ടാ, ഇനി ഒരു പരീക്ഷണത്തിന് ഞാനില്ല. ഇത്രയും കൊണ്ട് തന്നെ ടോണിച്ചന് തൃപ്തിയായി. പെട്ടെന്ന് ടോണി അവിടുന്ന് എഴുന്നേറ്റു. പിന്നോട്ടൽപ്പം വേച്ചുപോയി.
തുടർന്ന് കസേരയിൽ കയറി പെട്ടെന്ന് പിടിച്ചിട്ട് അതെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് അകത്ത മുറിയിലേക്ക് കയറിപ്പോയി. ആ കാഴ്ച കണ്ടുകൊണ്ട് മാമച്ചൻ ഗ്രേസമ്മയെയും അലീനയും രേവതിക്കുട്ടിയെയും മാറി മാറി നോക്കി. ഇനി ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് അയാൾക്ക് തോന്നി. മാമച്ചൻ എഴുന്നേറ്റു. തുടർന്ന് അയാൾ ദീനാമ്മയോട് പറയുന്നുണ്ട്, ഇനി ഞങ്ങളും ഇരിക്കുന്നില്ല, ഇറങ്ങിക്കോട്ടെ. അയ്യോ ചായ ഉണ്ടാക്കുന്നുണ്ട്, ഇപ്പം തരാം. വേണ്ട, ഒന്നും വേണ്ട, വിവരങ്ങളൊക്കെ ഒന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചു വന്നതാ. ഇപ്പം മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്നൊരു പ്രശ്നമല്ല ഇതെന്ന്. എന്തായാലും ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് 4 പേരും കൂടി ആ വീടിനോട് വിട പറഞ്ഞു. കാറ് തിരിച്ച് മൂവാറ്റുപുഴയിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും മൗനത്തിലാണ്. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ആൻറ്റി അങ്കിളും ഒന്നും മിണ്ടാതിരിക്കുന്നത്? മാമച്ചൻ പറയുകയാണ്, അതെ ഇപ്പം കുറച്ചുകൂടി ടെൻഷൻ കൂടി. എന്തിനാണ് ടെൻഷൻ? അല്ല, എൻ്റെ മോൻ്റെ കുഞ്ഞ് ഞങ്ങളറിയാതെ ഈ ഭൂമിയിൽ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ള അറിവ് തന്നെ അതൊരു വലിയ ടെൻഷൻ അല്ലേ കുഞ്ഞെ? അയ്യോ അങ്കിളെ, അതൊരു വലിയ സന്തോഷമല്ലേ? ടെൻഷനാണോ ഉണ്ടാകേണ്ടത്? അല്ല, ആൻറ്റിക്ക് എന്താണ് തോന്നുന്നത്? നമുക്കൊന്നും അറിയില്ലല്ലോ മോളെ. ആ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ, അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എവിടെയാണ് ഒന്നും നമുക്കറിയില്ലല്ലോ. ഇത് പറയുമ്പോൾ ഗ്രേസമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. ഇതാ കുഴപ്പം. നിങ്ങൾ എന്തിനാ മൂവാറ്റുപുഴയ്ക്ക് വന്നേ? ഷെറിൻ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമുക്കറിയില്ലായിരുന്നു. ഇപ്പം നമ്മൾ എന്തൊക്കെ അറിഞ്ഞു? ഷെറിൻ ചേച്ചി പ്രസവിച്ചു, അതിനുശേഷം 2.5 വർഷത്തോളം ചേച്ചിക്ക് കുഞ്ഞിനെ കാണാൻ അവസരം കിട്ടിയിരുന്നു. കല്യാണം കഴിച്ച് കുവൈറ്റിൽ പോയി, പിന്നെ 1.5 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ആ കുഞ്ഞിനെ കാണാതെയായത്. ഇത്രയും വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചില്ലേ? തൽക്കാലം ഇത് മതി. അതല്ല മോളെ, ആ കുഞ്ഞ് എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അതും വേണ്ട ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് ഒരു തെളിവെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ ഏങ്ങനടിക്കുകയാണ്. ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഷെറിൻ ചേച്ചിക്ക് ഭ്രാന്ത് പിടിക്കുമായിരുന്നു. കുഞ്ഞിനെ കാണുന്നില്ലെന്നറിഞ്ഞപ്പോൾ ചേച്ചി അതിനെ കണ്ടുപിടിക്കാൻ പരമാവധി ശ്രമം നടത്തി കാണില്ലേ? വീട്ടുകാരോട് ഫൈറ്റ് ചെയ്ത് കാണും, പലതരത്തിൽ പ്രശ്നമുണ്ടാക്കി കാണും. എന്നിട്ടും കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും സംശയിച്ച് ആദ്യ കയറിയത് കൊണ്ടല്ലേ ചേച്ചിക്ക് മനോരോഗം വന്നത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അത് കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതല്ലേ? നീ പറയുന്നതൊക്കെ ശരിയാ മോളെ. എന്നാലും നമ്മുടെ മനപ്രയാസം കൂടിയില്ലേ? ആൻറ്റി മനപ്രയാസപ്പെടണ്ട. ജിജോ ചേട്ടൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട്. അതിനെ കൊന്നുകളയാനും മാത്രം ക്രൂരന്മാരാണോ കൊട്ടാരമറ്റംകാർ? ഷെറിൻ ചേച്ചിയുടെ കൺമുമ്പിൽ നിന്ന് അതിനെ മാറ്റിയിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ടും ഇടയ്ക്കിടയ്ക്ക് ചേച്ചി കുഞ്ഞിനെ കാണാൻ ചെല്ലുന്നത് പിന്നീട് അപകടമായി തീരും എന്ന് മനസ്സിലാക്കിയിട്ട് വീട്ടുകാർ തന്നെ മറ്റെവിടേക്കോ അതിനെ മാറ്റിയിട്ടുണ്ട്. ആരായാലും അങ്ങനെയല്ലേ ചെയ്യൂ. രേവതിക്കുട്ടിയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് ഗ്രേസമ്മ ചോദിക്കുകയാണ്, അതൊരു സമാധാനമാണോടി മോളെ? മരിച്ചുപോയ എൻ്റെ ജോമോൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് കേട്ടാൽ മാത്രം മതിയോ എനിക്ക്? എവിടെയാണെന്ന് അറിയണ്ടേ? അതിൻ്റെ മുഖമൊന്ന് കാണണ്ടേ? എൻ്റെ ആൻറ്റി ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. ഇതൊന്നും അറിയാതെ ഇത്രയും കാലം ജീവിച്ചില്ലേ അങ്കിളും ആൻറ്റിയും? ഞാൻ വന്ന ശേഷമല്ലേ ഇത്രയുമെങ്കിലുമൊക്കെ അറിഞ്ഞത്. ബാക്കിയും കൂടി നമുക്ക് കണ്ടുപിടിക്കാം. ഞാനില്ലേ നിങ്ങളുടെ കൂടെ? പക്ഷേ ഒരു കാര്യം, എന്നെ പിരിച്ചുവിടരുത്. രേവതിക്കുട്ടി ചിരിച്ചുകൊണ്ടത് സംസാരിക്കുമ്പോൾ മാമച്ചൻ, അതായിപ്പം ഞങ്ങളുടെ പേടി. നിന്നെ പിരിച്ചുവിടാതിരിക്കുവാൻ വേണ്ടി നീ ഇതിൻ്റെ അന്വേഷണം അഭയ കേസ് പോലെ നീട്ടിക്കൊണ്ടു പോകുമോ എന്നുള്ളതാണ് ഭയം. ഇത് കേട്ടുകൊണ്ട് ഗ്രേസമ്മയും അലീനയും പൊട്ടിച്ചിരിക്കുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയ അങ്കിൾ അപ്പം തന്നെ കേസ് CBIക്ക് വിട്ടു. എനിക്കൊരു പരാതിയുമില്ല. തുടർന്ന് അവർ പാലാരിവട്ടത്തെ വീട്ടിൽ തിരിച്ചെത്തിയ കാഴ്ചകളാണ് കാണുന്നത്. വന്ന ഉടൻ തന്നെ രേവതിക്കുട്ടി ജിജോയുടെ മുറിയിലേക്ക് കയറി ചില ഫോട്ടോ ആൽബങ്ങൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇപ്പം ഇതൊക്കെ പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ആൻറ്റി, ജിജോ ചേട്ടൻ്റെ കൂട്ടുകാരാരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയാ. നമുക്ക് ആ കുഞ്ഞിനെ കണ്ടുപിടിക്കണമെങ്കിൽ പലരുടെയും സഹായം വേണ്ടി വരും. അപ്പോൾ ഗ്രേസമ്മ, അവന് ഒരുപാട് ചങ്ങാതിമാരുണ്ടായിരുന്നു, ഞങ്ങൾ അവരുടെ പേര് പോലും ഇപ്പോൾ അങ്ങനെ ഓർക്കുന്നില്ല. അപ്പോൾ രേവതിക്കുട്ടി ആ ഫോട്ടോ ആൽബങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് വീണ്ടും പറയുകയാണ്, ഇതിനകത്ത് ആരുടെയെങ്കിലും ഒരാളുടെ പേരെങ്കിലും പറഞ്ഞാൽ മതി, പിന്നീട് നമുക്ക് അവരോട് ചോദിച്ചിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാം. അത് കേട്ടുകൊണ്ട് മാമച്ചനും ഗ്രേസമ്മയും കൂടി ഫോട്ടോ ആൽബങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ്. തുടർന്ന് അതിൽ 2-3 പേരെ അവർ ഓർക്കുകയും അവരുടെ പേരും താമസ സ്ഥലവും ഒക്കെ പറയുകയും ചെയ്തു. 6 വർഷം മുമ്പത്തെ ഓർമ്മയാണ്. ജിജോയുടെ മരണശേഷം സ്നേഹിതരിൽ ചിലരൊക്കെ 2-3 വട്ടം ആശ്വസിപ്പിക്കുവാൻ വേണ്ടി വന്നിരുന്നു. ജിജോയുടെ 1ാം ചരമവാർഷികത്തിൻ്റെ ചടങ്ങുകൾ നടക്കുമ്പോഴും ചിലരൊക്കെ എത്തി. പിന്നീട് അവരെ ആരെയും കണ്ടിട്ടില്ല. ഓക്കെ, മതി, ഇത് ഞങ്ങൾ അന്വേഷിച്ചോളാം. ഇത് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ഈ ഫോട്ടോ ആൽബങ്ങളുമായി വീണ്ടും മുറിക്കകത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. മഴത്തോരും മുൻപേ സീരിയൽ ഉദ്വേഗജനകമായ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. ഈ സീരിയലിൽ വരുവാൻ പോകുന്ന എപ്പിസോഡുകൾ മുന്നമേ കൂട്ടി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.